ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു LS ഫാമിലി കിച്ചൻ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ചോറിന് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു വെജിറ്റബിൾ കറീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വറുത്തരയ്ക്കാനൊക്കെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങ ഇങ്ങനെ കൊത്തായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടുന്നതാണ്. ഇനി ചിരകിയിട്ടൊക്കെ വറുക്കുമ്പോൾ കുറേ ടൈം എടുക്കൂലേ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിരകിയിട്ട് വറുത്ത് അരയ്ക്കുന്നതും ഇതും എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കോരി മാറ്റാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു 3-4 വറ്റൽമുളക് ചൂടാക്കിയെടുക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരുംജീരകമാണ്. അതും കൂടെ ഈ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഇനി അത് വറുത്ത് നമ്മൾ കോരിയെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. അപ്പം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 തക്കാളിയാണ് കേട്ടോ. അതൊരു മിനിറ്റോളം നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആ മല്ലീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. നന്നായിട്ട് തന്നെ തിളയൊക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ലേശം ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാം. അപ്പം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലെല്ലാം ഇട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പണി എന്ന് പറഞ്ഞാൽ. ചോറിന് കൂട്ടാം, ചപ്പാത്തിക്ക് കൂട്ടാം, ദോശയ്ക്ക് കൂട്ടാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.